ഞാൻ ഡോക്ടർ ജെ ശ്രീകുമാർ, കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലെ ലീഡ് ന്യൂറോളജിസ്റ്റാണ്. ഞാൻ കൊല്ലത്ത് പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇതെൻ്റെ 20ാമത്തെ കൊല്ലമാണ്. ഇവിടെ ഉപാസന ഹോസ്പിറ്റൽ, ഉപാസന ന്യൂറോ സയൻസസ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന സെൻറ്ററിൻ്റെ കീഴിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഒരു പ്രൈമറി സ്ട്രോക്ക് കെയർ സെൻ്ററാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ രക്തക്കുഴൽ അടഞ്ഞുള്ള ബ്ലോക്കിന് മാത്രം, അത് 20-25% സ്ട്രോക്കുകൾ മാത്രമേ വരാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ട്രോക്കുകൾക്കും ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ ഇതിനുള്ള രക്തക്കട്ട അലിയിക്കുന്ന ചികിത്സാ സംവിധാനം, ലേറ്റസ്റ്റ് ചികിത്സാ സംവിധാനം ഇവിടെ അവൈലബിൾ ആണ് ഉപാസന ഹോസ്പിറ്റലിൽ. ഇൻ ഹൗസ് തന്നെ CT സ്കാനുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന്. മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത് വളരെ അപൂർവമായി മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് സമയം വേസ്റ്റ് ആക്കാതെ ഡിസിഷൻ നേരത്തെ എടുത്തു വെക്കുക. ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി സമയം കളയാതെ ഈ ചികിത്സ ഇന്നതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നേരത്തെ വെച്ചിരുന്നാൽ ഈ രക്തക്കട്ട അലിയിക്കാനുള്ള ചികിത്സ കൊടുക്കാനുള്ള രോഗികൾ, ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന രോഗികളുടെ എണ്ണം തുലവും കുറവാണ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നിങ്ങൾ നേരെ പോയി സ്റ്റെൻറ്റ് ഇടുന്നത് പോലെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം ഒരു സ്ട്രോക്ക് പറ്റിയ ഒരു രോഗിയെ ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. ഇത് സ്ട്രോക്കാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ കൊണ്ടുവരാൻ. ഒരു വശത്തിനുള്ള തളർച്ച, മുഖത്തിൻ്റെ കോടൽ, പെട്ടെന്നുണ്ടാകുന്ന ബാലൻസ് കേട്, കേൾവിക്ക് പെട്ടെന്ന് കേൾവി നിൽക്കുക, അല്ലെങ്കിൽ കണ്ണിൽ കട്ടൻ വീഴുന്ന പോലെ, ഇരുട്ട് വീഴുന്ന പോലെ, പെട്ടെന്നൊരു കാഴ്ച മങ്ങുക, ഒരു കണ്ണിൻ്റെ കാഴ്ച മങ്ങുക, ഒരു വശം തളരുക, ഇതെല്ലാമാണ് സ്ട്രോക്കിൻ്റെ സിംറ്റംസ്. ഇതൊക്കെ നിങ്ങൾ സംസാരത്തിന് പെട്ടെന്ന് പ്രയാസം ഉണ്ടാവുക. ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമയം എന്ന് പറഞ്ഞ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഡോർ ടു നീഡിൽ ടൈം എന്ന് പറയും. ഇപ്പം ഡോറിൽ കാഷ്വാലിറ്റിയിൽ പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീഡിൽ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനുള്ള സമയം 1 മണിക്കൂർ സമയം വേണം. കാര്യം ഇതിനുള്ള ബ്ലഡ് ടെസ്റ്റും സ്കാനും എല്ലാം ഇൻഹൗസായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ടുകളെല്ലാം കിട്ടി വരാൻ മാക്സിമം എടുക്കുന്ന ടൈം 60 മിനിറ്റാണ്. അന്നേരം നിങ്ങൾ 60 മിനിറ്റ് എടുത്തിട്ട് ഒരു 60 മിനിറ്റ് നമുക്കും കൂടെ വേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും. ആ 60 മിനിറ്റ് ചുരുക്കി ഞങ്ങളിവിടെ 30 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് CT സ്കാൻ എടുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ രക്തക്കട്ട അലിയിക്കാനുള്ള മരുന്ന് അപ്പോൾ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗത്തിന് തയ്യാറെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വലിയ രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ വന്നാൽ മാത്രം, വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് രക്തക്കട്ട നീക്കം ചെയ്യേണ്ട ചികിത്സ വേണ്ടി വരാറുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ മരുന്ന് കൊടുത്താൽ അതിൽ തന്നെ അങ്ങനെ പോകുന്ന രോഗികളുടെ എണ്ണത്തിൽ തന്നെ ഒരു 50% കുറവ് വരുത്താൻ കഴിയും എന്നും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം വേണ്ടുന്ന ലെവലിൽ നിർത്താനും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പുകവലി, ആഹാരത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ, ഈ 2 കാര്യങ്ങളും ശരിയായ വ്യായാമവും മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പക്ഷാഘാതം വരുന്നത് തടയാൻ കഴിയും. പക്ഷാഘാത മുക്ത കേരളം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന കാര്യം. പക്ഷാഘാതത്തിലും മരണത്തിനേക്കാൾ ഉപരി പലപ്പോഴും രോഗി കിടന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കിടന്നു പോകുന്ന അവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ ഈ രക്തക്കട്ട അലിയിക്കുന്ന ചികിത്സയെക്കുറിച്ച് ഇത്രയും വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സോ അതിനുമായി സഹകരിക്കുക. നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിവില്ലാത്തവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇതിൽ തന്നെ ഉപാസനയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ചികിത്സയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു രോഗി നേരത്തെ ഒരു സ്ട്രോക്ക് വന്നു നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു. അതിൽ നിന്ന് പാർഷ്യൽ റിക്കവറിയേ വന്നിട്ടുള്ളൂ. ആ രോഗിക്ക് തന്നെ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നു, ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ അലിയിക്കാനുള്ള മരുന്ന് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്ന് അന്ന് പറഞ്ഞിരുന്നത് മനസ്സിൽ വെച്ചിട്ട് അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 4-1 ആൾക്കാർക്ക് പിന്നെയും സ്ട്രോക്ക് വരുമെന്ന്. എന്തുകൊണ്ടോ ഇവർക്ക് അടുത്ത സൈഡിൽ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ എത്തിയത് 45 മിനിറ്റിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. അവർ പൂർണ്ണമായിട്ടും ആ തളർന്ന സൈഡ് പൂർണ്ണമായും റിക്കവർ ചെയ്ത് 5ാമത്തെ ദിവസം ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു. സോ അവിടെയാണ് ഈ സമയം എത്ര വിലപ്പെട്ടതാണ് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉപാസന ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രൈമറി സ്ട്രോക്ക് കെയർ സംവിധാനത്തിൻ്റെ ശരിയായ ഉപയോഗം ശരിയായ സമയത്ത് ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക.